എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് വാരാഹി അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. വാരാഹി അമ്മയുടെ പ്രാർത്ഥന ജപിച്ചാൽ എന്തൊക്കെ ബെനിഫിറ്റ്സാണ് കിട്ടുന്നതെന്ന്. അപ്പോൾ ഞാനിത് ഷെയർ ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുവാണ് കേട്ടോ. എല്ലാവർക്കും വാരാഹി ദേവിയെക്കുറിച്ച് അറിയണമെന്നില്ല. അപ്പോൾ വാരാഹി അമ്മ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്. കാര്യം പവർഫുള്ളായിട്ടുള്ള മന്ത്രമാണ്, പവർഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്നു. വാരാഹി അമ്മയുടെ ബ്ലെസ്സിങ്സ് വളരെ വേഗമാണ്. നമ്മളെ ഒത്തിരി പരീക്ഷിച്ച് നമ്മളെ ഇങ്ങനെ പരീക്ഷിച്ച് വെയിറ്റ് ചെയ്യുന്ന ഒരാളല്ല. വാരാഹി അമ്മയുടെ ബ്ലെസ്സിങ്സ് അത്രയും പവർഫുള്ളാണ്, അത്ര വേഗത്തിലാണ്, ശരവേഗത്തിലാണ് കാര്യങ്ങളൊക്കെ സാധിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, വരാഹരൂപം പൂണ്ട ദേവി ആയതുകൊണ്ട് തന്നെയും വളരെ എന്താ പറയുക, പവർഫുള്ളായിട്ടുള്ള ഒരു മന്ത്രമാണ് വാരാഹി അമ്മയുടേത്. അപ്പോൾ വാരാഹി അമ്മയുടെ ആ ഒരു രൂപം എന്ന് പറയുന്നത് വരാഹരൂപം പൂണ്ടതാണ്. അതുകൊണ്ട് തന്നെ മൃഗരൂപം പൂണ്ടതായതുകൊണ്ട് തന്നെയും വളരെ പവർഫുള്ളാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടും. അപ്പം കൂടുതലും വാരാഹി അമ്മയെ ആരാധിച്ച് വരുന്നവർക്ക് സമ്പത്ത് ആയാലും ഉയർച്ച ആയാലും അല്ലെങ്കിൽ ഈ പരീക്ഷകളിൽ വിജയം, ശത്രുദോഷം മാറാനും ഇതിനൊക്കെ ഏറ്റവും ഉത്തമമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാവുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. കാര്യം പല ആഗ്രഹങ്ങളും മനസ്സിലുണ്ടായിട്ടും അത് നടക്കാതെ പോകുന്ന വ്യക്തികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കൊക്കെ ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു മന്ത്രമാണ് വാരാഹി മന്ത്രം. രാത്രിയാണ് ജപിക്കേണ്ടതെങ്കിലും നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്കത് ഏത് സമയം വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതായത് നമ്മുടെ കൺവീനിയൻറ്റ് ടൈം ഏതാണോ ആ ഒരു സമയം അനുസരിച്ച് നമുക്ക് ജപിക്കാം. അതായത് ഇപ്പോൾ നോൺ വെജ് പലരും ചോദിച്ചു, ഇങ്ങനെ എന്താ പറയുക, അശുദ്ധമായിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാവോ, അല്ലെങ്കിൽ നോൺ വെജ് കഴിക്കുമ്പോൾ പ്രാർത്ഥിക്കാവോ, അങ്ങനെ കുറേ ചോദ്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അശുദ്ധമാവുന്ന സമയത്ത് നിങ്ങൾക്ക് ജപിക്കാമെന്ന് വെച്ചാൽ ധ്യാനിക്കാം. അതുപോലെ നോൺ വെജ് കഴിക്കുവാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നോൺ വെജ് കഴിച്ച് നമ്മൾ എന്തായാലും പ്രാർത്ഥിക്കാൻ നേരം നമ്മളൊന്ന് ശുദ്ധിയായിട്ടല്ലേ അല്ലേ പ്രാർത്ഥിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ വൃത്തി വരുത്തിയ ശേഷം മാത്രമേ മന്ത്രം ജപിക്കാവൂ. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ രാത്രി ജപിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഉത്തമം. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈമാണോ കൺവീനിയൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് ആ ഒരു ടൈം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പം ഏറ്റവും മെയിനായിട്ട് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസമില്ലാതെ ഇപ്പം നമുക്ക് എന്താ പറയുക, വിശ്വാസമില്ലാതെ ഒരിക്കലും നമുക്ക് ഒരു പ്രാർത്ഥനയിൽ അതൊന്നും നമുക്ക് പറ്റത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാരാഹി അമ്മ ആരാണെന്ന് അറിയണം. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ആദിപരാശക്തിയിൽ ആ ഒരു അവതാരങ്ങളിൽ ഒരാളാണ് വാരാഹി ദേവി. വരാഹരൂപം കൊണ്ട ദേവിയാണ്. മൃഗരൂപമായതുകൊണ്ട് വളരെ പവർഫുള്ളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, വിഘ്നവിനായകൻ, ഗണേശൻ അല്ലെങ്കിൽ ഗണപതി എന്ന് പറയുന്ന ഭഗവാൻ ശരിക്കും ആനയുടെ തലയോട് കൂടിയവനാണ്. അതുകൊണ്ട് തന്നെയും ആ ഒരു അവതാര ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും, ലോകത്തെ എല്ലാ കാര്യങ്ങളും തുടങ്ങി വയ്ക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വിഘ്നവിനായകനെ ധ്യാനിച്ചിട്ടോ അല്ലെങ്കിൽ പൂജ ചെയ്തിട്ടോ ആയിരിക്കും നമ്മൾ ആ കാര്യം തുടങ്ങുക. അപ്പം അന്ന് ആ ഒരു കാര്യം ഭംഗിയായിട്ട് നടക്കുമ്പോൾ തടസ്സമൊന്നും ഉണ്ടാവില്ല എന്നാണ് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് എത്ര പവർഫുള്ളാണ്. അതുപോലെ തന്നെയാണ് വാരാഹി ദേവിയുടെ മന്ത്രവും. വരാഹരൂപം പൂണ്ടതായതുകൊണ്ട്, മൃഗരൂപം പൂണ്ടതായതുകൊണ്ട് തന്നെയും വളരെ പവർഫുള്ളാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളൊരു ഉദ്ദേശം മനസ്സിൽ വിചാരിച്ചിട്ടായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ധനം വന്ന് ചേരാനായിട്ടുള്ള ഒരു റെമഡി. നമ്മുടെ വീട്ടിൽ പണം വയ്ക്കുന്ന അൽമാരയോ അല്ലെങ്കിൽ നിങ്ങളുടെ പൂജ ചെയ്യുന്ന സ്പേസ് ആയാലും അതിൽ ഒരു ചെറിയ ബോട്ടിലെടുത്തിട്ട് അതിനകത്ത് ഒരു 1 രൂപ കോയിൻ വെക്കുക. ആ കോയിൻ്റെ പുറത്ത് ഒരു കർപ്പൂരം വെക്കുക. അതിൻ്റെ പുറത്ത് ഒരു ഗ്രാമ്പൂ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അത് കേടുകൂടാത്ത, അതായത് പൊട്ടാത്ത രീതിയിലുള്ളത്, കേടുകൂടാത്തത് സെലക്ട് ചെയ്ത് അത് വെക്കണം. അതിൻ്റെ കൂടെ ഏലക്കായി കൂടെ വെക്കണം. അപ്പോൾ ഇത് ഇത്രയും ആ ഒരു കോയിൻ്റെ പുറത്ത് വെച്ചിട്ട് നമ്മൾ ബോട്ടിലിനകത്തേക്ക് വെക്കുന്നു. ബോട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ ആയിരിക്കണം. ഓപ്പൺ ആയിട്ടുള്ള കണ്ടെയ്നറകത്ത് നമുക്ക് ഇടിഞ്ഞിലുണ്ടല്ലോ, ദീപം തെളിയിക്കുന്ന ഇടിഞ്ഞിലായാലും മതി. അതാണ് കുറച്ചുകൂടെ കൺവീനിയൻറ്റ്. നമുക്ക് വെക്കാൻ പറ്റും. അതിനകത്ത് കോയിൻ വെക്കുമ്പോൾ അതിൻ്റെ പുറത്ത് തന്നെ നമുക്ക് ഇതൊക്കെ വെക്കാം. അപ്പോൾ 1 രൂപ കോയിന്, അതിൻ്റെ പുറത്തൊരു കർപ്പൂരം, പിന്നെ ഒരു ഗ്രാമ്പു, പിന്നെ ഒരു ഏലക്കായ്, ഇത്രയാണ് നമ്മൾ അതിൻ്റെ പുറത്ത് വെക്കുക. വെച്ചിട്ട് നമുക്ക്
പൂജ ചെയ്യുന്ന സ്ഥലത്ത് വെക്കാം. അതല്ലാതുണ്ടെങ്കിൽ നമ്മുടെ ധനം, അതായത് നമുക്ക് പണമൊക്കെ സൂക്ഷിക്കുന്ന പണപ്പെട്ടിയിനകത്തോ അടച്ച് വെക്കരുത്, ഓപ്പണായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ അതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തു ഒരുപാട് ഇങ്ങനെ എന്താ പറയുക, ഒരു ധനം വന്ന് ചേരുമെന്നാണ് പറയുന്നത്. അതിനെന്തോ ഒരു പവറുണ്ട്. ഈ ഇത്രയും ഭയങ്കര എനർജി കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം പവർ കിട്ടുന്ന സുഗന്ധദ്രവ്യങ്ങളാണ് ഇതൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെയും നമ്മൾ ഈ പണം വെക്കുന്ന സ്ഥലം അവിടെ നമുക്ക് ഇതിങ്ങനെ ഓപ്പണായിട്ട് വെക്കാം. വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണം വന്ന് ചേരും, ധനം വന്ന് ചേരുമെന്നാണ് പറയുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്നൊന്ന് ചെയ്ത് നോക്കുക. അപ്പം എനിക്ക് പേഴ്സണലി എനിക്കിത് വിശ്വാസമുണ്ട്, അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ചാനൽ മുഴുവൻ കാണണം. കാരണം ഈ ചാനലിലെ ഓരോ വീഡിയോസിനകത്തും പല പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ചാനലിലെ ഓരോ വീഡിയോസിനും ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അതിലെ ഓരോ കാര്യങ്ങളും പറയുന്നത് വ്യക്തതയോടെ മനസ്സിലാക്കുക, അതുപോലെ ചെയ്യുക. ഇന്ന് പറയാൻ പോകുന്ന ഒരു മന്ത്രം എന്ന് പറയുന്നത് 21 തവണയാണ് ജപിക്കേണ്ടത്. അപ്പോൾ 21 തവണ ജപിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അല്ലേ, ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചിട്ടായിരിക്കണം നമ്മളത് ജപിക്കേണ്ടത്. അപ്പം അങ്ങനെ ജപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടുന്നതാണ്. ഓക്കെ, അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൈഡിലത്തെ ബെല്ലൈക്കണുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ റിലേറ്റീവ്സിനായാലും നെയ്ബേഴ്സിനായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ചിലപ്പം എന്തെങ്കിലുമൊക്കെ സ്ട്രെസ്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിഷമത്തിൽ, പറയാൻ പറ്റാത്ത രീതിയിലോ വിഷമത്തിലൊക്കെ ആയിരിക്കാം. ഈ ഒരു വീഡിയോ കൊണ്ട് അവർക്കത് ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടല്ലേ, അവർ ഇഷ്ടപ്പെട്ടോട്ടല്ലേ. അപ്പോൾ മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ എന്നാൽ മാത്രം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഓരോ വീഡിയോസും വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ മന്ത്രം ഏതാണെന്ന് പറയാം. അത് 21 തവണ ജപിക്കുക. ഓം താരുണ്യൈ നമഃ. 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 ഓം താരുണ്യൈ നമഃ.
ഓം താരുണ്യൈ നമഃ. ഓം താരുണ്യൈ നമഃ. ഓം താരുണ്യൈ നമഃ. ഓം താരുണ്യൈ നമഃ. ഓം താരുണ്യൈ നമഃ. ഓം താരുണ്യൈ നമഃ. ഓം താരുണ്യൈ നമഃ. ഓം താരുണ്യൈ നമഃ. ഓം താരുണ്യൈ നമഃ. ഓം താരുണ്യൈ നമഃ. ഓം താരുണ്യൈ നമഃ. ഓം താരുണ്യൈ നമഃ. ഓം താരുണ്യൈ നമഃ. ഓം താരുണ്യൈ നമഃ. ഓം താരുണ്യൈ നമഃ. ഓം താരുണ്യൈ നമഃ. ഓം താരുണ്യൈ നമഃ. ഓം താരുണ്യൈ നമഃ. ഓം താരുണ്യൈ നമഃ. ഓം താരുണ്യൈ നമഃ. ഓം താരുണ്യൈ നമഃ. ഓം താരുണ്യൈ നമഃ. ഓം താരുണ്യൈ നമഃ. ഓം താരുണ്യൈ നമഃ. ഓം താരുണ്യൈ നമഃ. ഓം താരുണ്യൈ നമഃ. ഓം താരുണ്യൈ നമഃ. ഓം താരുണ്യൈ നമഃ. ഓം താരുണ്യൈ നമഃ. ഓം താരുണ്യൈ നമഃ. ഓം താരുണ്യൈ നമഃ. ഓം താരുണ്യൈ നമഃ. ഓം താരുണ്യൈ നമഃ. ഓം താരുണ്യൈ നമഃ. ഓം താരുണ്യൈ നമഃ. ഓം താരുണ്യൈ നമഃ. ഓം താരുണ്യൈ നമഃ. ഓം താരുണ്യൈ നമഃ. ഓം താരുണ്യൈ നമഃ. ഓം താരുണ്യൈ നമഃ. ഓം താരുണ്യൈ നമഃ. ഓം താരുണ്യൈ നമഃ. ഓം താരുണ്യൈ നമഃ.